എന്തായാലും രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് എന്ന പേരിൽ ഒരു സിവിൽ കോഡ് കോൺഗ്രസിന്റെ പിന്തുണയോടെ ഉത്തരാഖണ്ഡ് എന്ന BJP ഭരിക്കുന്ന സംസ്ഥാനം ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ന് ആദ്യമായി രാജ്യത്തൊരു സംസ്ഥാനം കോൺഗ്രസ് പിന്തുണയോടെ അവരുടെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയിരിക്കുകയാണ്. BJP രണ്ടാം വട്ടവും ഭരണത്തിലുള്ള ഉത്തരാഖണ്ഡാണ് ഇന്ന് കോൺഗ്രസ് പിന്തുണയോടെ സ്വതന്ത്രരടക്കം നിയമസഭയിലെ മുഴുവൻ അംഗങ്ങളുടെയും പിന്തുണയോടെ ഏകീകൃത സിവിൽ കോഡ് എന്ന പേരിൽ ഒരു സിവിൽ കോഡ് നടപ്പാക്കിയിരിക്കുന്നത്. ഈ സിവിൽ കോഡിന്റെ പേര് ഏകീകൃത സിവിൽ കോഡ് എന്നാണെങ്കിലും അത്ര ഏകീകൃതമല്ലാത്തൊരു സ്വഭാവമാണ് ഈ സിവിൽ കോഡിനുള്ളത്. കാരണം ആദിവാസികളടക്കം ചില പ്രത്യേക സമുദായങ്ങളെ സിവിൽ കോഡിന് പുറത്ത് നിർത്തിക്കൊണ്ടാണ് ഈ നിയമം ഇപ്പോൾ നടപ്പിലായിരിക്കുന്നത്. അതായത് ആദിവാസികളടക്കമുള്ള ചില വിഭാഗങ്ങൾ അവർ തുടർന്നു പോരുന്ന ആചാരങ്ങൾ പ്രകാരം സ്വത്തവകാശം, വിവാഹം, വിവാഹമോചനം അടക്കമുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കും. പക്ഷേ ബാക്കിയുള്ള ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ഇനി മുതൽ ഏകീകൃത നിയമാവലിയായിരിക്കും സംസ്ഥാനത്ത് ഉണ്ടാവുക എന്നത് ഇന്നത്തോടെ തീരുമാനമായിരിക്കുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത, 70 അംഗ നിയമസഭയിൽ 70 അംഗങ്ങളുടെ, അതായത് കോൺഗ്രസിന്റെ 19 അംഗങ്ങളുടെയും പിന്തുണയോടെയാണ് ഈ നിയമം നിയമസഭയിൽ പാസ്സാവുന്നത്. ദേശീയ തലത്തിൽ മുസ്ലിം ലീഗിന്റെ അടക്കമുള്ള സമ്മർദ്ദത്തിന്റെ ഫലമായി ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ കോൺഗ്രസ് ഒരു ഭിന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിലും ഉത്തരാഖണ്ഡിൽ BJPക്ക് ആ ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കിയെടുത്താൻ വോട്ട് ചെയ്തവരുടെ കൂട്ടത്തിൽ 19 കോൺഗ്രസ് MLA-മാർ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉത്തരാഖണ്ഡ് വലിയ തോതിൽ വർഗീയമായി വിഭജിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഉത്തരാഖണ്ഡിലെ തീർത്ഥാടന മേഖലയായ ഉത്തരകാശിയിൽ നിന്നൊക്കെ കേട്ട വാർത്തകൾ വലിയ തോതിലുള്ള വർഗീയ സംഘർഷങ്ങളുടെയും മുസ്ലിം വിരുദ്ധ ആക്രമണങ്ങളുടെയും വാർത്തകളായിരുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരു വാർത്ത, ഉത്തരകാശിയിലെ BJPയുടെ ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റിന് തന്നെ മുസ്ലിം വിരുദ്ധ ആക്രമണങ്ങൾ കാരണം നാടുവിടേണ്ടി വന്ന വാർത്തയായിരുന്നു. ആ വാർത്ത പ്രസുൻ TV അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ ജനങ്ങളടക്കം വലിയ തോതിൽ കൈയടിക്കുന്ന ഒരു തീരുമാനമാണ് ഈ ഏകീകൃത സിവിൽ കോഡ് എന്നതാണ് യാഥാർത്ഥ്യം. ആദിവാസികളെ മാറ്റി നിർത്തിക്കൊണ്ട് നടപ്പാകുമ്പോഴും ഏകീകൃത സിവിൽ കോഡ് എന്ന് തന്നെയാണ് ഈ നിയമത്തിന് BJP പേരിട്ടിരിക്കുന്നത്. ഇനി മുതൽ ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, മുസ്ലിം വിഭാഗങ്ങളിൽപ്പെടുന്നവർക്ക് വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, പിന്തുടർച്ചാ അവകാശം എന്നിവയ്ക്കൊക്കെ ഒരേ നിയമമായിരിക്കും. ഈ മുദ്രാവാക്യം, ഏകീകൃത സിവിൽ കോഡ് എന്ന മുദ്രാവാക്യം ഉയർത്തി തന്നെ ആയിരുന്നു BJP 2022 ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻപ് ഒരു പാർട്ടിക്കും ഉത്തരാഖണ്ഡിന്റെ രൂപീകരണത്തിന് ശേഷം സാധിക്കാത്തൊരു നേട്ടം സ്വന്തമാക്കുന്നത്, അതായത് തുടർ ഭരണം സ്വന്തമാക്കുന്നത്. അത് അവരുടെ മുഖ്യമന്ത്രിയായ പുഷ്കർ സിംഗ് ധാമി തന്നെ പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ വാഗ്ദാനമായ ഏകീകൃത സിവിൽ കോഡാണ് ഞങ്ങളെ അധികാരത്തിൽ എത്തിച്ചത് എന്ന്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും രാജ്യമെമ്പാടും ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നൊരു പ്രചരണം ഉത്തരാഖണ്ഡിൽ ശക്തമായിരുന്നു. ആ പ്രചരണം ഗുണം ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു. BJP 5 ലോക്സഭാ സീറ്റും വിജയിച്ചൊരു സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് കഴിഞ്ഞ വർഷം മാറുന്നത് നമ്മൾ കണ്ടിരുന്നു. എന്തായാലും ഉത്തരാഖണ്ഡിലെ ജനങ്ങൾ കൂടി കൈയടിക്കുന്ന ഈ ഏകീകൃത സിവിൽ കോഡിന് സമാനമായൊരു സിവിൽ കോഡ് ഇപ്പോൾ രാജ്യത്ത് നിലവിലുള്ളത് ഗോവയിൽ മാത്രമാണ്. ഗോവയിലെ സിവിൽ കോഡിന് പോർച്ചുഗീസ് കാല ഭരണകാലത്തെ ഉള്ള പഴക്കമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ അതിലും പല വിഭാഗങ്ങളെയും മാറ്റി നിർത്തിയും അവർക്ക് എക്സംഷൻ നൽകിയും തന്നെയാണ് ആ സിവിൽ കോഡ് നടപ്പാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഒരു ഏകീകൃത സിവിൽ കോഡ് എന്ന പേരിൽ ഒരു സിവിൽ കോഡ് നടപ്പാവുകയാണെങ്കിലും അതിൽ നിന്നും ആദിവാസികൾ അടക്കമുള്ള നിർണായകമായ ജനവിഭാഗങ്ങൾ പുറത്ത് തന്നെ ആയിരിക്കുമെന്ന കാര്യം ഉറപ്പാക്കുന്നതാണ് BJPയുടെ ഉത്തരാഖണ്ഡിലെ ഈ ഏകീകൃത സിവിൽ കോഡ് എന്ന പേരിൽ നടപ്പാക്കപ്പെട്ട സിവിൽ കോഡ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഏകീകൃതമായൊരു സിവിൽ കോഡ് അംബേദ്കർ സ്വപ്നം കണ്ട പോലെ ആയിരുന്നു BJPയും സ്വപ്നം കണ്ടിരുന്നതെങ്കിൽ ആദിവാസികൾ അടക്കമുള്ള വിഭാഗങ്ങളെ അതിനുള്ളിൽ ഉൾപ്പെടുത്തണമായിരുന്നു. അത് മാറ്റി നിർത്തിക്കൊണ്ട് നടപ്പാക്കുന്ന ഒരു സിവിൽ കോഡിനെ ഒവൈസി ചില ഘട്ടങ്ങളിൽ വിശേഷിപ്പിച്ചതുപോലെ ഒരു ഹിന്ദു സിവിൽ കോഡ് എന്ന് വിളിക്കുന്നവരും സമൂഹ മാധ്യമങ്ങളിൽ ധാരാളമാണ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് വലിയ മേൽക്കൈയുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സീറ്റ് നിലയിൽ ഒരു കുറവുണ്ടായെങ്കിലും അവർക്ക് സുഗമമായ ഒരു തുടർഭരണം സാധ്യമാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 47 സീറ്റുകളാണ് 70 സീറ്റുകളുള്ള നിയമസഭയിൽ BJPക്ക് സ്വന്തമാക്കാനായത്. കോൺഗ്രസ്
കോൺഗ്രസിന്റെ നില അല്പം മെച്ചപ്പെട്ടെങ്കിലും 20 സീറ്റ് തികയ്ക്കാൻ അവർക്ക് സാധിച്ചില്ല. കാരണം വെറും 19 സീറ്റാണ് അവർക്ക് 2022 ലഭിച്ചത്. ഉത്തരാഖണ്ഡിന്റെ ഒരു സ്വഭാവം അത് വലിയ തോതിൽ ഒരു വർഗീയ വിഭജനത്തിന്റെ രൂപത്തിലേക്ക് മാറുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതെന്ന് തോന്നുന്നു. എന്തായാലും രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് എന്ന പേരിൽ ഒരു സിവിൽ കോഡ് കോൺഗ്രസിന്റെ പിന്തുണയോടെ ഉത്തരാഖണ്ഡ് എന്ന BJP ഭരിക്കുന്ന സംസ്ഥാനം ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണ്.